അമേരിക്ക ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാതക വിതരണത്തിന് നിയന്ത്രണം വന്നതോടെ പുതിയ കണക്ഷൻ നൽകുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. പുതുതായി വീട് വെച്ചവരും ജോലിക്ക് മറ്റുമായി എത്തി താമസിക്കുന്നവരുമെല്ലാം ഇത് കാരണം ബുദ്ധിമുട്ടുകയാണ്. യുദ്ധത്തിന്റെ പേര് പറഞ്ഞു തുടങ്ങിയ നിയന്ത്രണങ്ങൾക്ക് അറുതിയില്ലേ എന്നാണ് ആളുകൾ ചോദിച്ചു തുടങ്ങുന്നത്. ബദൽ ഓപ്ഷൻ എന്ന നിലയിൽ പലരും ഇൻഡക്ഷൻ കുക്കറിലേക്കും മാറി തുടങ്ങിയിട്ടുണ്ട്. 2 മാസമായി പാചകവാതക കണക്ഷൻ അപേക്ഷിക്കാൻ നോക്കുന്നു. അപേക്ഷ പോലും സ്വീകരിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 3000 രൂപയിലധികം ചിലവാക്കിയാണ് വാണിജ്യ സിലിണ്ടറുകൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. യുദ്ധത്തിന്റെ പേരു പറഞ്ഞു തുടങ്ങിയ നിയന്ത്രണങ്ങൾക്ക് അറുതിയില്ലേ എന്നൊക്കെയാണ് പല വീടുകളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾ. ഇത് കേരളത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. അമേരിക്ക ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാതക വിതരണത്തിന് നിയന്ത്രണം വന്നതോടുകൂടിയാണ് പുതിയ കണക്ഷൻ നൽകുന്നത് നിർത്തിവെച്ചത്. യുദ്ധത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വന്നിട്ട് പോലും ചില ഏജൻസികൾ പുതിയ കണക്ഷൻ നൽകുന്നില്ല. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ വിതരണ കമ്പനി അധികൃതർ തയ്യാറാവുന്നതുമില്ല. പുതുതായി വീട് വെച്ചവരും ജോലിക്കും മറ്റുമായി എത്തി താമസിക്കുന്നവരുമെല്ലാം ഇത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. നിലവിൽ പാചകവാതക പ്രതിസന്ധി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. കണക്ഷനായി ഏജൻസികളിൽ അന്വേഷിക്കുന്നവരോട് അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്നത് മാത്രമാണ് മറുപടി പറയുന്നത്. സ്വീകരിക്കണമെന്ന രേഖാമൂലം യാതൊരു നിർദ്ദേശവും തന്നിട്ടില്ലെന്നും ഏജൻസികളും പറയുന്നു. ഒരു സിലിണ്ടർ മാത്രമുള്ളവർക്ക് അധിക തുക അടച്ചാൽ നേരത്തെ മറ്റൊന്നുകൂടി നൽകുമായിരുന്നു. അതും ഇപ്പോൾ നൽകാത്ത അവസ്ഥയാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് അഥവാ EKYC നടത്തിയില്ലെങ്കിൽ ഗ്യാസ് നൽകേണ്ടതില്ലെന്ന നിർദ്ദേശവും ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രേഖാമൂലം ഇത് സംബന്ധിച്ച നിർദ്ദേശമൊന്നുമില്ലതാനും. പാചകവാതക പ്രതിസന്ധി തുടങ്ങിയപ്പോൾ തന്നെ ഇൻഡക്ഷൻ കുക്കറിന് ആവശ്യക്കാർ കൂടിയിരുന്നു. നേരത്തെ ദിവസം 3-4 എണ്ണം വിറ്റിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 20-30 എണ്ണമായി മാറിയിട്ടുമുണ്ട്. ഇപ്പോൾ 2-3 അടുപ്പമുള്ള ഇനങ്ങളും വിപണിയിലെത്തിയിട്ടുണ്ട്. എല്ലാത്തരം പാത്രങ്ങളും വെക്കാൻ പറ്റുന്ന തരത്തിൽ ഇൻഫ്രാറെഡ് സൗകര്യമുള്ളതുമൊക്കെ വിപണിയിലുണ്ട്. ഗ്യാസ് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഏക വഴി അതുതന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.